എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 161, 162, 163 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ വൃത്തമാണുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണനും ചാണൂരനും തമ്മിലുള്ളതായ യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. അത് ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണ്. ചാണൂരൻ ശ്രീകൃഷ്ണൻ്റെ നെഞ്ചത്ത് ആഞ്ഞിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ആ സമയത്ത് എന്താ ശ്രീകൃഷ്ണൻ ചെയ്തത് എന്നുള്ളത് വർണ്ണിക്കുകയാണ് 161ാമത്തെ ശ്ലോകത്തിൽ. ശ്ലോകം നോക്കൂ. പ്രഹരന്തം സമാകൃഷ്യ ഭുജേ മല്ലം ഭുജേന സ അവനൗപാദയാമാസ തം ജഗ്രാഹ ച ജംഘയോ. പദങ്ങൾ നോക്കാം, പദച്ഛേദമൊന്നും പറയാനില്ല. പ്രഹരന്തം സമാകൃഷ്യ ഭുജേ മല്ലം ഭുജേന സഹ അവനൗ പാദയാമാസ തം ജഗ്രാഹ ച ജംഘയോ. ഇതൊക്കെയാണ് അതിലെ പദങ്ങൾ. കഴിഞ്ഞ ശ്ലോകം പറഞ്ഞു നിർത്തിയത് മാറത്ത് ചവിട്ടി എന്നാണല്ലോ. അത് കഴിഞ്ഞ് എണീറ്റു. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ സഹ ഭുജേ പ്രഹരന്തം തം മല്ലം. സഹ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, ഭുജേ പ്രഹരന്തം കയ്യിൽ പ്രഹരിക്കുകയായിരുന്ന, അതായത് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്ന തം മല്ലം, ആ മല്ലനെ, ചാണൂരനെ, ഭുജേന സമാകൃഷ്യ തൻ്റെ കൈകൊണ്ട് വലിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട്, അതായത് കൈകൊണ്ട് തൻ്റെ കയ്യിൽ ഇടിക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റേ കൈകൊണ്ട് അമർത്തി വലിച്ച് ഇങ്ങോട്ട് പിടിച്ചിട്ട്, അതാണ് ഭുജേന സമാകൃഷ്യ, തൻ്റെ കൈകൊണ്ട് തന്നെ ആ മല്ലനെ വലിച്ചിട്ട് അവനൗ പാതയാമാസ. സമാകൃഷ്യ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണ് അർത്ഥം. വലിച്ചിട്ട് നിലത്തേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു. അതാണ് അവനൗ ഭൂമിയിലേക്ക് പാതയാമാസ തള്ളിയിട്ടു. എന്നിട്ട് ജംഘയോഹ ജഗ്രാഹച. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. അതാണ് ഈ മല്ലന്മാർ തമ്മിലുള്ളതായ യുദ്ധമെന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ആക്രമണം കഴിയും. എവിടെയാണ് ആക്രമിക്കുക, ഏത് ശരീരഭാഗങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടാകുക എന്നുള്ളത് പറയാനും പറ്റില്ല. അത്ര വേഗത്തിൽ ചെയ്താലേ മറുപക്ഷത്തിനെ താഴ്ത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണനെ ഇടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മല്ലൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ശ്രീകൃഷ്ണൻ അയാളെ താഴ്ത്തേക്ക് ഇടുന്നത്. താഴ്ത്തേക്ക് ഇട്ട ഉടനെ തന്നെ കാലും പിടിക്കുകയും ചെയ്തു. അതാണ് ജംഘയോ, കാലുകളിൽ, ജഗ്രാഹച അമർത്തി പിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാൻ പോണേന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് കാലുമ പിടിക്കുക എന്നുള്ളത്. അല്ലാതെ വേറെ ഒരർത്ഥത്തിൽ കാലിൽ പിടിക്കലൊന്നും അല്ല. അപ്പോൾ മല്ലൻ താഴെ, അയാളുടെ തലയൊക്കെ താഴെയാണ്, കാല് ഭഗവാന്റെ കൈകളിലാണ്. അതാണ് ആ നിൽപ്പ്, അങ്ങനെയാണ് നിൽക്കുന്നത്. അതിനുശേഷം എന്താ ചെയ്തത്, അതാണ് 162ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ആ ശ്ലോകം നോക്കൂ. അഥ ദുർഭ്യാം സമുത്ക്ഷിപ്യ നിർണയേ ജഗ ഇവാംബരം പ്രജഹാരശിലാപൃഷ്ഠേ ചാണൂരം ലീലയാച്യുത. നമുക്ക് പദങ്ങൾ നോക്കാം. അഥ ദൗർഭ്യാം സമുത്ക്ഷിപ്യ നിർണേജക ഇവ അംബരം പ്രജഹാര ശിലാപൃഷ്ഠേ ചാണൂരം ലീലയാ അച്യുത. ഇങ്ങനെ 2 ദിക്കിൽ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ഇവ അംബരം എന്നുള്ള ദിക്കിലും ലീലയാ അച്യുത എന്നുള്ള ദിക്കിലും. ഇവിടെ അച്യുതൻ എന്താണ് ചെയ്തത്? അഥ അച്യുത, അനന്തരം അച്യുതൻ, ചാണൂരം ദൗർഭ്യാം ലീലയാ സമുത്ക്ഷിപ്യ, ആ ചാണൂരനെ കാലുകളിലാണല്ലോ പിടിച്ചത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അതാ പറഞ്ഞത്, കാലുകളിൽ പിടിച്ചു വലിച്ചു എന്നാണ്. അങ്ങനെ പിടിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു? എടുത്ത് അങ്ങോട്ട് പൊക്കി. അതാണ് ദൗർഭ്യാം ലീലയാ സമുത്ക്ഷിപ്യ. ലീലയ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം കഴിഞ്ഞു. അതായത് ഒരു വളരെ ഭാരമുള്ള ഒരാളാണ്. മല്ലന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വ്യായാമമൊക്കെ ചെയ്തിട്ട് നല്ല ശരീരപുഷ്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രീകൃഷ്ണനും ബലരാമനും ആകട്ടെ ചെറിയ 2 കുട്ടികളുമാണ്. പക്ഷെ അതൊന്നും അവിടെ ബാധകമായെന്നില്ല. ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? ഈ ചാണൂരൻ്റെ കാല് പിടിച്ചിട്ട് ശരീരം മൊത്തം അങ്ങോട്ട് പൊക്കി, കാലുമ പിടിച്ചിട്ട് ശരീരം പൊക്കി. സമുത്ക്ഷിപ്യ എന്ന് പറയുമ്പോൾ സം എന്നുള്ളതും ഉത്ത് എന്നുള്ള ഒരു ഉപസർഗങ്ങളൊക്കെ അവിടെ ചേർത്തിട്ടുണ്ട്. അതായത് പരിപൂർണമായിട്ട് എടുത്ത് പൊക്കിയിട്ട് എന്നാണ് അർത്ഥം. നിലത്ത് നിന്ന് കാലുമ പിടിച്ചിട്ട് ശരീരം മുഴുവനും എടുത്തു വെക്കുക. അതൊരു വല്ലാത്ത ആയാസപ്പെട്ട കർമ്മമാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ മുകളിലേക്ക്
ഉയർത്തിപ്പിടിച്ചിട്ട്, കാലുമ്മ പിടിച്ചിട്ട് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എടുത്ത് ഉയർത്തണത് പോലെയാണ് ചാണൂരനെ ശ്രീകൃഷ്ണൻ എടുത്ത് ഉയർത്തിയത് അത്രേ. അതാണ് സമുത്ക്ഷിപ്യ നിർണേജക അംബരമിവ ശിലാപൃഷ്ഠേ പ്രജഹാര. നിർണേജകൻ അമ്പരത്തെ എന്ന പോലെ. നിർണേജകൻ എന്ന് പറഞ്ഞാൽ തുണി അലക്കുകാർ, വസ്ത്രങ്ങൾ കഴുകുന്ന ആൾക്കാരെയാണ്. രജകനെയാണ് വെളുത്തേടന്മാർ എന്ന് പറയുന്ന പണ്ട് കാലത്ത് തുണി അലക്കി ജീവനം നടത്തിയിരുന്ന ആൾക്കാർ, അവരെയാണ് രജകന്മാർ എന്ന് പറയുന്നത്. അവ രജകൻ എന്നുള്ള പദത്തിൻ്റെ ഒരു പര്യായ പദമാണ് നിർണേജകന്മാർ എന്നർത്ഥം. ആ നിർണേജകൻ എന്താണ്, അയാൾ എന്താ ചെയ്ത്, അയാൾ എന്ത് ചെയ്യണത് പോലെയാണെന്നാണ് കവി പറയണത്. നിർണേജക അമ്പരമിവ. നിർണേജകൻ ഒരു മുണ്ടെടുത്ത് പൊക്കിയിട്ട് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, കല്ലിൽ അങ്ങോട്ട് അടിക്കുക ചെയ്യുക. അങ്ങനെയാണ് തുണി വെളുപ്പിക്കുക. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ തുണിയൊക്കെ വെളുപ്പിക്കുന്നത്. പുതിയ ഉപായങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു രജകൻ തുണി അലക്കി വെളുപ്പിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ ഈ താഴെ കിടക്കുന്നവനായിട്ടുള്ള ചാണൂരനെ കാലിലെടുത്ത് പൊക്കി ഉയർത്തിപ്പിടിച്ചിട്ട് എന്താ ചെയ്തത്, ശിലാപൃഷ്ഠേ പ്രജഹാര. ശിലാപൃഷ്ഠത്തിൽ, ആ രംഗത്ത് തന്നെ ഉള്ളതായ ചില തറകളോ തട്ടുകളോ അല്ലെങ്കിൽ കല്ലുകളോ പാറയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവണം. വലിയൊരു രംഗം എന്നൊക്കെ പറയണത് ഇന്നത്തെ പോലെ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. മണ്ണ് കൊണ്ടൊക്കെ പണിതിട്ടിരിക്കുന്നതായ രംഗങ്ങളാണ്. അവിടെ കിടക്കുന്നതായ ഒരു പാറയിലേക്ക് അങ്ങോട്ട് അടിച്ച് കിടത്തി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഒരു രജകൻ എങ്ങനെയാണോ തൻ്റെ വസ്ത്രം അലക്കി കല്ലുമ്മ തല്ലി വെളുപ്പിക്കുന്നത്, അതുപോലെ ആയി തീർന്നു എന്നുള്ളൊരു ഉപമാലങ്കാരം കൂടി കൂട്ടുപിടിച്ചിട്ടാണ് കവി വർണ്ണിച്ചത്. അങ്ങനെ ചാണൂരനെ കാലിലെടുത്ത് പൊക്കിയിട്ട് പാറമേലടിച്ച് നിലത്തിട്ടു എന്നർത്ഥം. അതോടുകൂടിയിട്ട് ചാണൂരൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് കവി പറയണത്. അത് അടുത്ത ശ്ലോകത്തിലൊരു തമാശ രൂപത്തിൽ അല്പം നർമ്മം കലർത്തിക്കൊണ്ടാണ് സുകുമാര കവി പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. 163-ാമത്തെ ശ്ലോകം നോക്കൂ. ഗതം കുവലയാ പീഡമാനേതുമിവ ഭൂഭുജേ പ്രഭേദേ പദവീം തസ്യ ചാണൂരസ്ത്വരയാന്വിത. ആദ്യം പദച്ഛേദം പറയാം. ഗതം കുവലയാ പീഡം ആനേതും ഇവ ഭൂഭുജേ പ്രഭേദേ പദവീം തസ്യ ചാണൂര ത്വരയാ അന്വിത. ചാണൂരൻ്റെ മരണത്തിനെ പറ്റിയിട്ട്, പാറയിലടിച്ച് മരിച്ചുപോയതായ, പാറയിൽ ഭഗവാൻ തല്ലി അതോടുകൂടി മരിച്ചുപോയവനായ ചാണൂരൻ എന്തിനാ പോയത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോയതുപോലെയാണ് എന്നാണ് കവി പറയണത്. ത്വരയാ അന്വിത ചാണൂര. പെട്ടെന്ന് കഴിഞ്ഞു മരണം. ചാണൂരൻ ഇത്ര വേഗം മരിച്ചു പോകുന്നൊന്നും ആരും വിചാരിച്ചില്ല. അത്രയ്ക്ക് ഭീകരനായിട്ടുള്ള ഒരു മല്ലനായിരുന്നു ചാണൂരൻ. അവിടെ കൂടിയിരുന്ന മല്ലന്മാരിൽ വെച്ച് ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഒരുവനായിരുന്നു. അങ്ങനെയുള്ള ചാണൂരനെ എത്ര വേഗം ഭഗവാൻ വധിച്ചത്. അപ്പോൾ ആ വേഗത്തോടു കൂടി ഇവിടെ നിന്ന് പോയ ചാണൂരനെ പറ്റിയിട്ട് കവി പറയാണ്, ത്വരയാ അന്വിത ചാണൂര. വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോയവനായ, വേഗം കൂട്ടിപ്പോയവനായിട്ടുള്ള ചാണൂരൻ എന്തിനാ പോയത്? ഗതം കുവലയാപീഠം. മരിച്ചുപോയ, കുറച്ച് നേരത്തെ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചുപോയവനായ കുവലയാപീഠം എന്ന് പറഞ്ഞ ആനയെ ഭൂഭുജേ ആനേതും ഇവ. ഭൂഭുജേ രാജാവ്, ഭൂമിയെ ഭുജിക്കുന്നവൻ, രാജ്യം ഭരിക്കുന്നവൻ. ഭുവം ഭുനക്തി പാലയതി ഇതി ഭൂഭുക്. ഭൂഭുജേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചതുർത്ഥി വിഭക്തി. രാജാവിനായിക്കൊണ്ട്, കംസനായിക്കൊണ്ട് ഈ മരിച്ചുപോയതായ, ചെരിഞ്ഞു പോയതായ കുവലയാപീഠത്തിനെ തിരിച്ചു കൊണ്ട് കൊടുക്കാനാണോ എന്ന് തോന്നും വണ്ണം. അതാണ് ആനേതും ഇവ തസ്യ പദവീം പ്രപേദേ. തസ്യ പദവി എന്ന് പറഞ്ഞാൽ കുവലയാപീഠത്തിൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ പോയി. കുവലയാപീഠം ഏത് വഴിക്കാണ് പോയത്? ചില ആനകളൊക്കെ മതം പൊട്ടി ഓരോരോ വഴിക്ക് പാഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിനെ പിടിച്ച് രാജാവിൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കണമെങ്കിൽ അത് പോയ വഴിക്ക് തന്നെ പോകണം. അതേപോലെ കുവലയാപീഠം ഏതൊരു വഴിക്കാണോ പോയത് അതിനെ കൊണ്ടുവരാൻ പോയതുപോലെയാണോ എന്ന് തോന്നും. ചാണൂരൻ കുവലയാപീഠത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ പോയി. ആ പറയണതിൻ്റെ അർത്ഥം ഇതാണ്. അലങ്കാരത്തോടു കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. കുവലയാപീഠത്തിനെ കൊണ്ടുവരാൻ പോയതുപോലെ രാജാവിന് നഷ്ടപ്പെട്ട ഒരു വലിയ വസ്തുവാണ്. ഏറ്റവും അലങ്കാരമായിരുന്ന, കൊട്ടാരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു ആനയെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ആനയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതുപോലെ തസ്യ പദവിയും പ്രഭേദേ. തസ്യ പദവി എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ
സഞ്ചരിച്ചു, മരിച്ചുപോയി എന്നർത്ഥം. അപ്പോൾ ആനയെയും കൊന്നു, മല്ലനെയും കൊന്നു. ഇനി അടുത്തത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അത് അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിലാണുള്ളത്. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രഹരന്തം സമാകൃഷ്യ ഭുജേ മല്ലം ഭുജേന സ അവനൗപാദയാമാസ തം ജഗ്രാഹ ച ജംഘയോ അധ ദോർഭ്യാം സമുത്ക്ഷിപ്യ നിർണേജക ഇവാംബരം പ്രജഹാരശിലാപൃഷ്ഠേ ചാണൂരം ലീലയാച്യുത ഗതം കുവലയാ പീഡം ആനേതുമിവ ഭൂഭുജേ പ്രപേദേ പദവീം തസ്യ ചാണൂരസ്ത്വരയാൻവിത. ശ്രീകൃഷ്ണൻ്റെ വീരരസം തുളുമ്പി നിൽക്കുന്നതായ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.